ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം പ്രണതോസ്മി സദാശിവം പ്രണതോസ്മി സദാശിവം. സ്വാഗതവും ആശംസിക്കുന്നതിന് വേണ്ടി മുൻ പഞ്ചായത്ത് അംഗം ശ്രീ മൻസൂർ മാസ്റ്റർ. ബഹുമാനപ്പെട്ട ഈ ചടങ്ങിന്റെ ഉദ്ഘാടകൻ MLA അൻവർ സാദത്ത്, അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് VM ശംസുദ്ദീൻ, പുസ്തക പ്രകാശന ചടങ്ങിൽ പുസ്തകം ഏറ്റുവാങ്ങുന്ന പാലേരി മോഹനൻ നമ്പൂതിരി, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ചൊവ്വര നാടിന്റെ പ്രിയങ്കരി എഴുത്തുകാരി പ്രശാന്തി ചൊവ്വര, വെള്ളാപ്പള്ളി തൃക്കരിക്കാവ് വായനശാലയുടെ സെക്രട്ടറി ലിൻഡോ പി ആൻഡ്രു, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം മധു അടക്കമുള്ള ജനപ്രതിനിധികളെ, സഹോദരി സഹോദരന്മാരെ, എഴുത്തുകാരെ, ചൊവ്വര നാട്ടിലെ പ്രിയപ്പെട്ട എൻ്റെ കുടുംബാംഗങ്ങളെ, ചൊവ്വര നാടിനെ സംബന്ധിച്ച് ചൊവ്വര പരമേശ്വരൻ എന്ന ആളിലൂടെ നമ്മുടെ നാടിനെ ഏറെ പ്രിയങ്കര നാടാക്കി മാറ്റിയതാണ്. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി പ്രശാന്തി ചൊവ്വരയിലൂടെ നമ്മുടെ നാട് കേരളവും ഇന്ത്യയും ഒട്ടാകെ പ്രശസ്തിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. ചെറിയൊരു നാടാണ് നമ്മുടെ, നമുക്കറിയാം. ഇതുപോലൊരു എഴുത്തുകാരിയിലൂടെ, ഇതുപോലെ ഏതൊരു രാഷ്ട്രീയക്കാരനുപരി എഴുത്തുകാരിലൂടെ, സാംസ്കാരിക നേതാക്കന്മാരിലൂടെയാണ് നമ്മുടെ നാടിനെ നല്ലൊരു നാടായി അറിയപ്പെടുന്നത്. അത് നമുക്കെല്ലാം സന്തോഷമാണ്. 16 കഥാ സമാഹരണങ്ങൾ, കവിതാ സമാഹരണങ്ങൾ, നാടകം, യാത്രാ വിവരണം ഉൾപ്പെടെയുള്ള ചെറുകഥകൾ ഉൾപ്പെടെയുള്ള 16ാമത്തെ ബുക്കാണ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ഒറ്റ മരത്തിലെ ഇലകൾ. എനിക്ക് ഓർമ്മയുണ്ട്, 3ാമത്തെ പുസ്തക പ്രകാശനം നടന്നത് എറണാകുളത്തെ TDM ഹാളിലാണ്. അന്ന് ഞാൻ പഞ്ചായത്ത് മെമ്പറായിരിക്കും, എന്നെ ക്ഷണിച്ചു. ഞാൻ ആ പരിപാടിയിൽ പങ്കെടുത്തതാണ്. അന്നാണ് ഞാൻ അറിയുന്നത് പ്രശാന്തി ചൊവ്വരയുടെ ആ ഒരു നമ്മുടെ നാടിനോടുള്ള ഒരു പൂർവ്വം, അതുപോലെ തന്നെ പ്രശാന്തി ചൊവ്വരയെ മറ്റുള്ള ആളുകൾ ഏറ്റെടുത്തതും അന്ന് ഒരു ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ പ്രശാന്തി ചൊവ്വരയെ അറിയുന്നത് ചെറിയ രീതിയിലായിരുന്നു. പക്ഷെ അന്നത്തെ ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി പ്രശാന്തി ചൊവ്വര ഇനിയും വളരെ ഉയരങ്ങളിൽ എത്തും എന്നെനിക്ക് സന്തോഷമായി. ഇനിയും 16 എന്നുള്ളത് അധികം കടന്ന് നിരവധി ബുക്കുകൾ എഴുതി നമ്മുടെ നാടിന്റെ പ്രശസ്തിയിലേക്ക് എത്തിക്കട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എന്റെ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങിന്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VM ശംസുദ്ദീൻ അവർക്കാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പുസ്തക പ്രകാശനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട ആലുവ MLA അൻവർ സാദത്ത് അവരെ സന്തോഷത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തക പ്രകാശനം ചടങ്ങിൽ പുസ്തകം ഏറ്റുവാങ്ങുന്ന പാലേരി മോഹനൻ നമ്പൂതിരി എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടുകാരനാണ്, പൊതുപ്രവർത്തകനാണ്. അദ്ദേഹത്തെ ഈ ചടങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യും. നമുക്കറിയാം, സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും നമ്മുടെ എഴുത്തുകാരി, നമ്മുടെ സ്വന്തം നാടിന്റെ എഴുത്തുകാരി പ്രശാന്തി ചൊവ്വരയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലിൻഡോ പി ആൻഡ്രു, മധു, അതുപോലെ ജിഷ്ണു, അങ്ങനെ അടക്കം നമ്മുടെ നാട്ടിലെ എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളെയും, PK സിറാജ്, VV സെബാസ്റ്റ്യൻ അടക്കമുള്ള പൊതുപ്രവർത്തകരെയും എല്ലാ പൊതുപ്രവർത്തകരെയും ഞാൻ ഈ സന്തോഷത്തോടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതിൽ പങ്കെടുത്ത ചൊവ്വരയിലെ എല്ലാ സഹോദരി സഹോദരന്മാരെയും വീണ്ടും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് അധ്യക്ഷ പുസ്തകമാണ്. അപ്പൊ നമ്മളുടെ MLA-യുടെ അതെ അപ്പൊ നമ്മൾ പുസ്തക പ്രകാശന കർമ്മത്തിന് വേണ്ടിയിട്ട് ബഹുമാന്യനായ MLA അവർ ലക്ഷ്യമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് VM ശംസുദ്ദീൻ, സ്വാഗതം പറഞ്ഞ മഞ്ജു നവാസ്, പ്രിയങ്കരനായ പാലേരി മോഹൻ അവരുടെ, നമ്മുടെ പുസ്തക രചയിതാവ് ശാന്തി ചൊവ്വര, മറ്റ്
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, എൻ്റെ അടുത്ത് ലിൻഡോബി ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം നമ്മുടെ നാട്ടുകാരിൽ 16ാമത്തെ പുസ്തക പ്രകാശനം നടന്നുമ്പോൾ ആ പുസ്തക പ്രകാശനം എനിക്ക് നടത്താൻ സാധിക്കാതെ എന്നെ സംബന്ധിച്ചോളം വളരെ അഭിമാനമുള്ള ഒരു കാര്യത്തിലാണ്. ഒരു പുസ്തകം എഴുതുക എന്ന് വെച്ചാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവരെ മനസ്സിൽ രൂപം കൊള്ളുന്ന ആശയങ്ങൾ നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതൊരു പ്രത്യേകത ഞാൻ കാണുന്നത്. ഈ പുസ്തകം നമുക്കറിയാം, ഒറ്റ മരത്തിലെ ഇലകൾ, കുട്ടികൾക്ക് വേണ്ടി എഴുതിയാണ്, കൗമാരങ്ങൾ. അപ്പൊ ആ കൗമാരക്കാരുടെ മനസ്സിനൊത്ത് എഴുത്തുകാരി പോകണം. അപ്പൊ എഴുത്തുകാരും ഇപ്പൊ കൗമാരക്കാരല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത് അതേ പറഞ്ഞിട്ടുണ്ട്. ആ എഴുത്തുകാരി സത്യം പറഞ്ഞാൽ ഈ കുട്ടികളുടെ നോവൽ എഴുതാം, അല്ലെങ്കിൽ കൗമാരക്കാരുടെ എഴുതാൻ പ്രസ്ഥാന കാര്യം എഴുതാം. അവരുടെ മനസ്സിനൊപ്പം നമ്മളുടെ തൂലികച്ചരിക്കണം. അത് സാരകാര്യം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. അപ്പൊ അത്രമാത്രം ഒരു സൂക്ഷ്മതയോട് കൂടി പോയാൽ മാത്രമാണ് ആ സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ എഴുത്തിൽ യാതൊരു ഉണ്ടാവില്ല. ഇതെനിക്ക് ലഭ്യമാണ്. ഞാൻ അറിയാൻ സാധിച്ച ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് പരിസ്ഥിതിയുണ്ട്. പരിസ്ഥിതിയുടെ ഒരു സംരക്ഷണം കൗമാരക്കാരെ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് പരിസ്ഥിതി എന്നുള്ളത് നമ്മുടെ നാടിന്റെ നിലനിൽപ്പുള്ള പരിസ്ഥിതിയാണല്ലേ. ഇവിടെ ഈ നാടിന്റെ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ട ഒരു തലമുറ പ്രായക്കാരാണ്. ഇന്ന് നമ്മുടെ പരിസ്ഥിതി അറിഞ്ഞു അറിയാതെ ഞാനും നിങ്ങളും ഒക്കെ വികസനത്തിന്റെ പലതിന്റെ പേരിലൊക്കെ അത് കോട്ടം തെറ്റി. നമ്മുടെ നോട്ടക്കുറവ്, വികസനം, അങ്ങനെ പലതും പറഞ്ഞു. പക്ഷെ ഇത് വരുന്ന തലമുറക്ക് കൈമാറേണ്ട ഒരു ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹമാണ് കൗമാരക്കാരായിട്ട്. അവരാണ് വലുതായി വന്ന് ഇത് നോക്കി അതിന് കേടുകൂടാ. അപ്പൊ അവർക്കൊക്കെ ആ ഒരു മെസ്സേജ് ഇതിലൂടെ കിട്ടുമെന്നാണ് എന്റെ ഒരു മനസ്സ് പറയുന്നത്. അപ്പൊ എന്തായാലും 16 ബുക്കുകൾ എഴുതാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ നിസ്സാര കാര്യമില്ല. അത് പ്രത്യേകിച്ചും ചോറയെ ഞാൻ പ്രത്യേകിച്ച് ഉച്ചകണ്ഠം എല്ലാവർക്കും ഈ നാടിന് വേണ്ടി ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക. അതുപോലെ തന്നെ ഏറ്റുവാങ്ങുന്ന പാലേരി അദ്ദേഹം പൊതുപ്രവർത്തകരംഗത്തുള്ള ഈ രംഗത്തൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന നല്ലൊരു തന്നെയാണ് നമ്മളത് ഏറ്റ് സ്വീകർത്താവ് ഏറ്റുവാങ്ങുന്നത്. അപ്പൊ എല്ലാം കൊണ്ടും ഇത് നല്ല ഒരു പരിപാടിയാണ്. എന്തായാലും അദ്ദേഹത്തിന് നമ്മുടെ പ്രശാന്തി ചോരയുടെ എഴുത്ത് ഇനിയും കൂടുതൽ മേഖലയിലേക്ക് കടന്നു ചെല്ലട്ടെ. ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ രചിക്കുവാനും അത് നമുക്ക് അങ്ങനെ നേടാനും അവരെ ആശയങ്ങൾ മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഞാൻ പല വേഗിയിലാണ് ശബ്ദമൊക്കെയാണ്. ഞാൻ യാത്രയിലാണ്. യാത്ര വൈകിട്ട് കുറച്ച് ഡിലേയായപ്പോൾ വീട്ടിൽ കുറച്ച് അറിയാവുന്ന പോകുന്നുണ്ടാവും. അതുകൊണ്ടാണ് പറ്റില്ല. ഞാൻ സ്വസുക്കാരുടെ അധ്യക്ഷ പ്രസിഡന്റ് പോകുന്നതിൽ ഞാൻ 10 പേരോട് ഏറ്റുണ്ടാകുന്നത്. അത് നേരത്തെ എത്തുന്നതാണ്. അപ്പോഴേ എന്നോട് നമുക്ക് 10 മണിക്ക് പെട്ടെന്ന് നമുക്ക് പോകാൻ TV ശേഷം പ്രസിഡന്റ് ഒറ്റയ്ക്ക് ഇവിടെ ഇത് പറഞ്ഞത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നേതൃത്വം കൂടി ആവർത്തിക്കുന്നു. പ്രശാന്തി ചോരയ്ക്ക് ഇനിയും കൂടുതൽ കാഴ്ചപ്പാട് കൂടി സമൂഹത്തിന്റെ മനസ്സറിഞ്ഞുകൊണ്ട് അത് വിവിധ മേഖലകളിലെ ആളുകളുടെ മനസ്സറിഞ്ഞുകൊണ്ട് തന്നെ ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ രചിക്കുവാനും അതുപോലെ സമൂഹത്തിനെ ചിന്തിപ്പിക്കുവാനും ആ ചിന്തയിലൂടെ നല്ലതുകൾ ചെയ്യാനും അവരുടെ നോവലുകൾക്ക് അല്ലെങ്കിൽ അവരുടെ പുസ്തകങ്ങൾക്ക് സാധിക്കുകയെന്ന് കൂടി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ പുസ്തക പ്രകാശനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. ചെയ്യുന്നു. Thank you.
തറന്ന് അടുത്തുന്നോ നിങ്ങൾ അടുത്തുന്നോ നമ്മളുടെ ഇന്നത്തെ ഈ ചടങ്ങില് പുസ്തകം പ്രകാശനം ചെയ്യുവാനായി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്ന ബഹുമാനിയായ നമ്മളുടെ MLA ശ്രീ അൻവർ സാദത്ത്, ശ്രീ മൻസൂർ നവാസ്, ശ്രീമതി പ്രശാന്തി, ശ്രീ മധുശേഖർ, പാലേലി മോഹൻ, ശ്രീ ലിൻഡോ, ശ്രീ സെബാസ്റ്റ്യൻ, സിറാജ്, ബഹുമാനിയായിട്ടുള്ള റിട്ടയർഡ് DYSP, കൂടിയിരിക്കുന്ന മറ്റ് സുഹൃത്തുക്കൾ, നമുക്കറിയാം ഇന്നിപ്പോ നമ്മളുടെ നാട്ടില് അങ്ങനെ ഒരുപാടൊന്നും നടന്നു വരാത്ത ഒരു ചടങ്ങാണ് ഇന്നിപ്പോ നടന്നത്. കാര്യം നമ്മളുടെ ശ്രീമൂലനഗരം ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് ചൊവ്വരയായിരുന്നാലും വെള്ളാരപ്പള്ളി ആയിരുന്നാലും ശ്രീമൂലനഗരമായിരുന്നാലും ഒത്തിരി കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമെല്ലാം നമ്മളുടെ നാട്ടിലെ ഒത്തിരി പേരും പെരുമയും ഒക്കെ നൽകിയിട്ടുള്ള വ്യക്തിത്വങ്ങൾ ജീവിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇതേപോലൊരു പുസ്തക പ്രകാശനം അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാമുകളൊന്നും അങ്ങനെ അധികം നടന്നിട്ടില്ല. ശാന്തിയെ സംബന്ധിച്ചിടത്തോളം 16ഓളം നാരായണ സാർ ഇരിപ്പുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. 16ഓളം ബുക്കുകൾ ഇപ്പൊ എഴുതി എന്നാണ് പറഞ്ഞത്. 16ാമത്തേതാണ് ഒറ്റമരത്തിലെ ഇലകൾ. അപ്പൊ അതില് കഥ, കവിത, യാത്രാ വിവരണങ്ങൾ, നോവലുകൾ എല്ലാം പെടുന്നുണ്ട്. അപ്പൊ ഇന്നിപ്പോ ഈ പ്രകാശനം ചെയ്യുന്ന ബുക്കുകൾ കൗമാരപ്രായക്കാർക്ക് വേണ്ടിയിട്ടുള്ള അവർക്കൊരു ഉത്തേജനം ലഭിക്കുന്ന രീതിയിലുള്ള എഴുത്തുകളാണ്, കഥകളാണ്, ചെറുകഥകൾ. അപ്പൊ ഇന്നത്തെ കാലഘട്ടം നമുക്കറിയാം, ഈ കൗമാരപ്രായക്കാരെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു എഴുത്ത് എന്ന് പറയുന്നത് വളരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രസക്തമാണ്. നമുക്കുള്ളൊരു കുറവ് എന്ന് പറയുന്നത് എഴുത്ത്, വായന. നമ്മൾ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് അക്കാഡമിക് ലെവലിൽ അവർക്ക് പഠിക്കാനുള്ളതൊക്കെ അവര് എഴുതും, പഠിക്കും. അത് വിട്ടിട്ടുള്ള ഒരു വായന ഇന്നത്തെ കുട്ടികളിൽ ഇല്ലാത്തതാണ് നമ്മൾക്ക് സംഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നം.
ഇപ്പൊ ഇതേപോലെയുള്ള എഴുത്തുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ അത് സമൂഹത്തിന് മുൻപിൽ പ്രതിഫലിപ്പിക്കാനായിട്ട് ആ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാവുന്ന ഒരു കടമ. പക്ഷെ അവരത് പ്രകടിപ്പിക്കുമ്പോൾ അപ്പോൾ അത് ഉപയുക്തമാക്കേണ്ടത് നമ്മളുടെ നാട്ടിലുള്ള ഈ പറയുന്ന വിഭാഗത്തിൽ വരുന്ന ആളുകളാണ്. അത് പാരന്റ്സ് വായിച്ചാലും മറ്റുള്ള മുതിർന്ന ആളുകളൊക്കെ വായിച്ചാലും അവർക്കെല്ലാം അതുകൊണ്ട് ഗുണം കിട്ടുന്ന കാര്യങ്ങളാണ്. നമ്മൾ പത്രം എടുത്ത് നോക്കിയാൽ ഇന്നത്തെ പത്രത്തിൽ കണ്ടില്ലേ, 3 SSLCക്ക് പഠിക്കുന്ന കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ആക്രമണ സ്വഭാവവുമായിട്ടാണ് അവരെല്ലാം പോകുന്നത്. ഒരു വണ്ടിക്ക് നമ്മൾ പതിയെ സൈഡ് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് മാറി നിൽക്ക് എന്ന് പറയാൻ പോലും ഇന്ന് നമുക്ക് ഭയമാണ്. എന്തെങ്കിലും അവനോടൊന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ പറഞ്ഞാൽ അവൻ നേരെ ആയുധമെടുത്താണ് അതിന്റെ മറുപടി തരുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബുദ്ധിയല്ല, അവർ പല രീതിയിലുള്ള മയക്കുമരുന്ന് MDMA പോലുള്ള എല്ലാ സമൂഹത്തിന് ഏറ്റവും ദുഷ്കരമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്ന സംഗതികൾ അവർ ഉപയോഗിക്കുന്നു. ഇതെല്ലാം അവരുടെ ശരീരത്തിലേക്ക് ചെന്നാൽ പിന്നെ അവരുടെ ബോധോദയ മനസ്സല്ല പിന്നെ പ്രവർത്തിക്കുന്നത്. ഏതാണ്ട് ഒരു 4-5 ദിവസമായിട്ട് നമ്മൾ ഇത് കാണാണ്. എങ്ങനെയാണ് ഈ കുട്ടികളെയൊക്കെ നമ്മൾ ഈ സ്കൂളിൽ വിടുക, പഠിപ്പിക്കുക? കഴിഞ്ഞ ദിവസം ഒരു അധ്യാപികയുടെ വാട്സപ്പ് സന്ദേശം കേൾക്കാനിടയായി. അവിടെ പഠിക്കുന്ന കുട്ടികളിൽ 60% ഇത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ എന്താണ് ഈ നാടിന്റെ പോക്ക്? അപ്പൊ എന്തായാലും ഇതിനെല്ലാം ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ബോധവൽക്കരണവും മറ്റ് പ്രവർത്തനങ്ങളും ഒക്കെ തന്നെയാണ്. അതിനോടൊപ്പം എഴുത്തുകാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ലേഖനങ്ങളിലൂടെയും മറ്റ് പത്രങ്ങളിലൂടെയും എല്ലാം അവർക്ക് ഈ പറയുന്ന വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കുവാനുള്ള ഉപദേശങ്ങൾ, നല്ല നല്ല ഉപദേശങ്ങൾ കൈമാറുക എന്നുള്ളതാണ്. നമ്മൾ വീട്ടില് നമ്മൾക്ക് പാരന്റ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് കുട്ടികളെ കൊണ്ട് കുറച്ച് സമയമെങ്കിലും പത്രങ്ങളൊക്കെ ഒന്ന് വായിപ്പിക്കുക. ഇതേപോലെ നല്ല നല്ല എഴുത്തുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പുസ്തകങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ലൈബ്രറികളിൽ നിന്നൊക്കെ എടുത്തിട്ട്, ഇന്നിപ്പോ പഴയതുപോലെ അല്ല, ലൈബ്രറികളിലെല്ലാം തന്നെ ലിങ്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇഷ്ടംപോലെ ബുക്സാണ്. വായിക്കാൻ ആളില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. ആർക്കും നേരമില്ല. ഒരു തൊഴിലും ഇല്ലാതെ തെക്ക് വടക്ക് നടക്കുന്ന ആളെ സംബന്ധിച്ചും അവർക്കും സമയമില്ല. എല്ലാവർക്കും ഒരു സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ പിന്നെ പൂർത്തിയായി. എന്തായാലും നമ്മളുടെ പുതുതലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം, എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം അവരെടുക്കുന്ന എഫർട്ട് ഒരു വലിയ സംഗതി തന്നെയാണ്. അവരുടെ സമയവും മറ്റ് ദിനേനയുള്ള പ്രവർത്തനങ്ങളും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് മാത്രം നമ്മളുടെ ആശയങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിൽ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രം തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ആളുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ നാട്ടിൽ വളർന്നു വരുന്ന ഒരു എഴുത്തുകാരി. അപ്പൊ നമ്മൾ ഈ എഴുതുന്ന ബുക്കുകളൊക്കെ ഇങ്ങനെ പ്രകാശനം ചെയ്തതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഞാൻ നേരത്തെ അത് സൂചിപ്പിച്ചു. കാരണം പല പല തട്ടുകളിലായിട്ട് പല പല അവാർഡുകളും ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ പരിഗണിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ നമ്മളുടെ ഈ സൃഷ്ടികളൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും ഇതൊക്കെ ചെയ്യണം. എന്നെങ്കിലാണ് നമ്മൾ ഏതായാലും ആ ഒരു തൊഴില് നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാം. നമ്മുടെ സ്വന്തം പ്രശസ്തിക്കല്ല എങ്കിൽ കൂടി അതിനെല്ലാം മറ്റേ സമൂഹത്തെ ആകർഷിക്കണമെങ്കിൽ ആ ആളെ കുറിച്ച് സമൂഹം അറിയാൻ ഇടവരണം. അത് പൊതുസമൂഹം ഏറ്റെടുത്തുകൊണ്ട് അത് വായിക്കാനായിട്ട് തുനിയും. അപ്പൊ അതുകൊണ്ട് ഇനിയും ഇത്തരം എഴുത്തുകൾ അത് തുടർന്നുകൊണ്ടേ ഇരിക്കുക. നമ്മളുടെ നാടിനും നാട്ടിലുള്ളവർക്കും എല്ലാം അത് ഉപകാരത്തിൽ വരട്ടെ എന്ന് മാത്രം, അതിന് സർവശക്തന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ ജയിക്കും. പുരോഹിതനാണ്. ഇന്ന് താലപ്പൊലി ആഘോഷം തുടങ്ങി
സർപ്പ പൂജയൊക്കെ എന്നെ സമാപിച്ച് ഞാൻ കിഴക്കിട്ട് ഓടി വന്നു. 10 മണി വീട്ടിൽ വന്നപ്പോഴേക്കും 10:04 വേഗം അവിടുത്തെ പൊടി വന്നു. സമയം വൈകാൻ പാടില്ല, കൃത്യസമയം നമ്മൾ പാലിക്കണം. ഇവിടെ എവിടെ വരാൻ താമസം കുറച്ചു നേരം കൂടി താമസം കിട്ടി. അപ്പൊ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്ത പുസ്തകത്തിനെ പറ്റി ചെറുതായിട്ടൊന്ന് പറയണമെന്ന് പറഞ്ഞു. പുസ്തകം എഴുത്ത് ഒരു വലിയ കടമ്പയാണ്. മാത്രമല്ല ഈ വാക്കുകൾ ചെറുതായിട്ട് എഴുതണം. കാച്ചി കുറുകിയ കഥകൾ ഒരു 2 പേജ് 3 പേജിൽ ഒതുങ്ങുന്ന ഒരു കഥകളിന് കണ്ടിട്ട് മാത്രം അങ്ങനെ കുഞ്ഞുണ്ണി മാഷ പറയും, ഒരു നമ്മൾ കഥയോ അല്ലെങ്കിൽ കവിതയോ പാട്ടോ എഴുതി കഴിഞ്ഞാൽ അത് എഴുതിയതിന് ശേഷം ഏതെങ്കിലും പുസ്തകത്തിൽ ഉണ്ടാക്കണം വയ്ക്കാം. ഒരു 6 മാസം കൂടി കഴിഞ്ഞിട്ട് നമ്മളത് എടുത്തു നോക്കുമ്പോൾ അത് പോരാ, കുറെ കൂടി മാറ്റം വരുന്നത് നമുക്ക് തോന്നും. അങ്ങനെ നമ്മൾ പിന്നെ തിരുത്തി എഴുതാം. കുഞ്ഞുണ്ണി മാഷ പറയുന്ന ഒരു വേറെ കാര്യം കൂടിയുണ്ട്. നമ്മുടെ എഴുത്തച്ഛൻ്റെ അതുപോലെ കുഞ്ചൻ നമ്പ്യാരുടെ ഈ കൃതികൾ വായിക്കണം. അതില് ഈ പ്രാസങ്ങളുടെ കളികളാണ്. കല്ലോലജാലം കളിക്കുന്ന കണ്ടു ഇങ്ങനെ കാ വെച്ച് 50 വരും. അങ്ങനെ ധാരാളം വാക്കുകൾ അവരുടെ കൃതികളിൽ നിന്ന് കിട്ടും. ഈ രാമായണത്തെ വായിക്കണം എന്ന് പറഞ്ഞത് അത് തന്നെയാണ്. രാമായണത്തിൻ്റെയൊക്കെ ആ കിളിപ്പാട്ടിൻ്റെയൊക്കെ ഒരു മനോഹാരിതയുണ്ടല്ലോ, പ്രത്യേകിച്ച് സുന്ദരകാന്ഡൊക്കെ. ബാലചന്ദ്രൻ ചുള്ളിക്കാടിനെ സുന്ദരകാന്ഡം ബൈഹാർട്ടാണ്. അത് ചെല്ലി നോക്കി ചെല്ലാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ചെല്ലി അതിനൊരു ഓളം കിട്ടിയ നല്ല രസമാണ്. അപ്പോ ഈ ചുള്ളിക്കാടൊക്കെ ഇങ്ങനെ കവിയായിട്ട് മാറിയത് അത്ഭുതമില്ലേ. അങ്ങനെ നമ്മൾ ആ മേഖലയിലേക്ക് ഇപ്പോ ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് കുറെ സാരോപദേശങ്ങൾ നൽകി കുട്ടികളെ അപകടാവസ്ഥയിലേക്ക് പോകുന്നതിനെ പറ്റി. ഇത് നല്ല കാര്യങ്ങള് വീട്ടിലും സ്കൂളിലും ചർച്ച ചെയ്യണം. ഒരിക്കലും സാറ് പറഞ്ഞു, നമ്മള് ആഴ്ചയിൽ ഒരിക്കലെ വീട്ടിലെല്ലാവരും കൂടി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഇതിപ്പോ ഒരു വീട്ടിലും കൃത്യസമയത്ത് എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് കഴിക്കില്ല. പ്ലേറ്റ് കൊണ്ട് ടിവിയുടെ മുമ്പിൽ പോയി കഴിക്കുന്നവരുണ്ട്, ഫോൺ വിളിച്ചുകൊണ്ട് കഴിക്കുന്നവരുണ്ട്, അങ്ങനെ പല തരത്തിലുണ്ട്. അപ്പോ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി മേശയ്ക്ക് ചുറ്റും ഇരുന്ന് വട്ടം വിട്ടിരുന്ന് സംസാരിച്ചാൽ അപകടാവസ്ഥയിലേക്ക് പോവാതെ നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടും. എല്ലാവരും കൂടി ചർച്ച ചെയ്ത് കഴിക്കണം. ഓരോ കാര്യങ്ങളെ പറ്റി ബോധവാന്മാരാണ് പറയുന്നത്. എൻ്റെ മകന് ഞാനും കൂടി അതായത് +2 പഠിക്കുന്ന സമയത്താണ് ഇവിടുന്ന് ഉച്ച സമയത്ത് ഒരു ബസ്സിൽ കയറി പോകുമ്പോൾ കൊണ്ടോട്ടി കഴിഞ്ഞ സമയത്ത് ഞാൻ എനിക്കൊരു നടുക്ക് ഒരു സീറ്റ് കിട്ടിയായിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ ഉറങ്ങി അതിന്റെ കൊണ്ടോട്ടി കഴിഞ്ഞിട്ട് ഒരു ശബ്ദം കേട്ട് ഇപ്പോഴത്തെ കാലത്ത് മോനെ പോലുള്ള കുട്ടികളൊന്നും ഉണ്ടാവില്ല കേട്ടോ പറയണം. ഈ സ്കൂളിൽ പഠിക്കുന്നത് ചോദിച്ചപ്പോൾ ഞാൻ ആശ്രമ സ്കൂളിലാണ് പഠിക്കുന്നത്. കാനടിക്കാരനാണല്ലേ ഞാൻ എന്നെ ചോദിക്കണം. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ മകനാണ്. ഇതിന്റെ പേരെന്താന്ന് വെച്ചു വിവേകനാണെന്ന് തോന്നി. ഇങ്ങനെ എനിക്ക് അച്ഛനമ്മയുടെ പേര് അർത്ഥവത്തായിട്ടുള്ള പേര് വിവേകമുള്ളവനാണ് വിചാരിക്കുന്നത്. സംഭവം എന്താന്ന് വെച്ചാല് ഈ ആളെ ഒരു പ്രായമായി വന്ന ഒരാൾക്ക് സീറ്റ് കൊടുത്തു. അത് കണ്ടു നിന്ന ആളാണ് ഈ അഭിപ്രായം പറഞ്ഞത്. അപ്പൊ അയാൾ പറഞ്ഞു, എന്റെ പേര് കരീം എന്നാണ്. കരീമിന്റെ അർത്ഥം ഉദാര മനസ്കൻ എന്നാണ് അർത്ഥം. നല്ല മനസ്സുള്ള ആളാണെന്ന് പറഞ്ഞു. എന്റെ പേര് കരീം എന്നാണെങ്കിലും എന്നെ പോലെ പിശുദ്ധ വേറെ ആരുമില്ല എന്ന് അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അപ്പോ എനിക്ക് ആ ഉപദേശം വളരെ ഇഷ്ടമായി. അത്
നമ്മുടെ വീടുകളിൽ നിന്നും സ്കൂളിൽ നിന്ന് അധ്യാപകരുടെ വഴിയിലും കിട്ടേണ്ട സംഭവമാണ്. ഇയാളുടെ അഭിപ്രായം സീറ്റ് കൊടുക്കാൻ മനസ്സിലാക്കി ആ കുട്ടിയെ അഭ്യർത്ഥിച്ചത് ഞാനും മനസ്സിൽ കൊണ്ടു. ഞാൻ പിന്നീട് പരമാവധി എഴുതിക്കാരാരെങ്കിലും വരികയാണെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളെ, ഗർഭിണികളെ, കുട്ടികളൊക്കെ ആയിട്ട് ഏറ്റുവരുന്നവരൊക്കെ ഞാൻ സാധാരണ സത്യം പറയട്ടെ, സ്ത്രീകളാണ് ഒട്ടും കൊടുക്കാത്തവർ. അവരങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ഇത് നമുക്ക് ഇടയിലുണ്ടായിരുന്നത് നല്ല ശീലമാണെന്ന് വിട്ടുപോയി. അത് പോകാൻ പാടില്ലാത്ത ഒരു സംഭവമായിരുന്നു. നമ്മുടെ വീടുകളിൽ നിന്ന് അത് വളർത്തി. പിന്നെ ആശംസ സ്വാഗതം പറഞ്ഞോണ്ടിരിക്കുമ്പോ ചൊവ്വ പരമേശ്വരൻ അദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞു. ഈ ഇവിടെ എറണാട് ഗ്രാമത്തിലെ എന്റെ വീടിനോട് ചേർന്നാണ് ചൊവ്വ പരമേശ്വരൻ അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം മാതൃഭൂമിയിലെ പത്രാധിപരായിരുന്നു. പിൽക്കാലത്ത് നെഹ്റു കേരളത്തിൽ വന്നാൽ അദ്ദേഹത്തിന്റെ പ്രസംഗം പരിഭാഷ ചെയ്തിരുന്നത് ചൊവ്വ പരമേശ്വരനായിരുന്നു. എന്റെ പേര് മോഹൻ എന്നാണ് പൊതുവെ അറിയപ്പെട്ടെങ്കിലും ശരിക്കും പാരമ്പര്യ പേര് എന്റെ അമ്മയുടെ അച്ഛന്റെ പേര് പരമേശ്വരൻ എന്നായിരുന്നു. അദ്ദേഹം യാഗമൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്റെ പേര് ശരിക്കും പരമേശ്വരൻ തന്നെയാണ്. ചൊവ്വയിലുള്ള പരമേശ്വരൻ തന്നെയാണ്. ഞാനും ദൈവാധീനം കൊണ്ട് പോക്കാൻ തന്നെയായി. അത് ഒരു ഈശ്വരനായിട്ട് പറയട്ടെ. പിന്നെ അദ്ദേഹത്തെ പോലൊന്നും അറിയപ്പെടാൻ ഒരു കഴിവ് നമുക്കില്ല. അത് വന്ന് ചേരണം. ഇന്ന് ഇവിടെ പ്രശാന്തിയുടെ പുസ്തക പ്രകാശനത്തിന് പങ്കെടുക്കാൻ സാധിച്ചു. MLA കയ്യിൽ നിന്ന് അത് വാങ്ങാൻ MLA നമ്മുടെ MP അദ്ദേഹം കൂടി ഞങ്ങളുടെ പ്രസ് ക്ലബിൽ നിന്ന് ഈ റിട്ടയർ ചെയ്തു പോകുമ്പോൾ പ്രസ് ക്ലബിൽ നിന്ന് സമ്മാനം തരാൻ പ്രസ് ക്ലബ് ആഘോഷപ്പെട്ടുന്നത് ഈ അൻവർ സാദത്തും നമ്മുടെ MP കൂടി അന്ന് ആ ചടങ്ങിൽ പങ്കെടുത്ത്. അപ്പോ നമ്മുടെ MP ആണ് എനിക്ക് ഈ പുസ്തകം സമ്മാനം തന്നത്. പ്രസ് ക്ലബിന്റെ എറണാകുളം പ്രസ് ക്ലബിന്റെ പുരസ്കാരം എനിക്ക് തന്നു. അപ്പൊ MP ചോദിച്ചു, മോനെ നിനക്ക് അതിലും റിട്ടയർ ചെയ്യാനുള്ള പ്രായമൊന്നും ആയില്ലല്ലോ എന്ന് പറഞ്ഞു. സത്യത്തില് 60 വയസ്സിലാണ് ആ റിട്ടയർമെന്റ്. ഞാൻ എല്ലാവരോടും പറയുന്നത് ഞാൻ നസീറിനെ പോലെയാണ്, ഇങ്ങനെ ചെറുപ്പമായിട്ടുള്ള ആളാണ്. ഈ ഇതില് ഒരു ഒറ്റമനത്തിലെ ഇതിലെ ഒരു 50 പേജില് ഒരു 10ഓളം കഥകൾ ഒതുക്കിയിട്ടുണ്ട്. മിക്കവാറും ഈ കാച്ചി കുറുക്കി എഴുതുന്ന പറഞ്ഞില്ലേ, അങ്ങനെ 4-5 കഥകൾ വളരെ ചെറിയ സാധനങ്ങളാണ്. എല്ലാം നല്ല സാരോപദേശ കഥകളൊക്കെയാണ്. കൗമാരപ്പാർക്കും കുട്ടികളെ വായിച്ച് അത് മനസ്സിൽ ഉൾക്കൊള്ളണം. എന്റെ അമ്മാവൻ പറയാറുണ്ട്, ഒരു കഥ എഴുതുമ്പോൾ ഒരു പൂവ് കണ്ടാൽ നമ്മള് പൊട്ടിച്ച് വാഹനിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ആ പൂവ് കണ്ടുമ്പോൾ മണം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മയാണ്. അതുപോലെ ആവണം ഓരോ കഥകളും. ആ കഥ വായിച്ചു കഴിഞ്ഞാൽ അതിന്റെ സാരാംശം നമ്മുടെ മനസ്സിനുള്ളിൽ നിറഞ്ഞു നിൽക്കും. പിന്നെ ആ എഴുതിയ നമ്മുടെ കഥകൾ കാണുമ്പോൾ നമ്മളത് കൗതുകത്തോടെ വായിക്കും. സിനിമയില് നല്ല സംവിധായകർ അല്ലെങ്കിൽ നല്ല അഭിനേതാക്കളുടെ സിനിമകൾ പോയി കാണും. അതിന് എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ള ധൈര്യത്തോടു കൂടി നമുക്ക് പോയി കാണാം. അതുപോലെ പ്രശാന്തിയുടെ കഥകൾ ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള നിരവധി കഥകളാണ്. സാരോപദേശ കഥകൾ തന്നെയാണ്. ആദ്യത്തെ ഒരു വൃക്ഷ ദേവതയുടെ കഥയാണ്. ഒരു ധർമ്മക്കാരൻ യാചിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരാളാണ്. അതായത് ഒരു മഴയൊക്കെ വന്നിട്ട് ഒരു ഒഴിഞ്ഞൊരു കെട്ടിടക്കുണ്ട്. അതിൻ്റെ അകത്ത് കയറി ഇടും. അതിൻ്റെ അകത്ത് കയറി ഒരു വലിയൊരു മരത്തിന്റെ കുത്തിന്റെ അകത്തായിരുന്നു ഒരു വൃക്ഷം. ഒരു കെട്ടിടത്തിന്റെ മുകളിൽ വൃക്ഷം മുളച്ച് വന്ന് അങ്ങനെ ഒരു വൃക്ഷം ഒരു അദൃശ്യമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് ഇയാൾക്ക് കുറെ ഉപദേശങ്ങളുണ്ട്. നാളെ അപ്പോ എനിക്ക് ഒരു കൂടം പഴം കിട്ടും. എന്റെ വിശപ്പ് തീരാനും പഴങ്ങൾ കിട്ടി.
അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ പറഞ്ഞു, നീ ഈ പഴം ഇതിന്റെ ഒന്നിന്റെ ചെരുവിൽ കുറെ കുട്ടികൾ ഇറക്കിയിട്ട് അവർക്ക് ബസ്സിൽ അവർക്ക് കൊണ്ട് കൊടുക്കണം പറഞ്ഞ് ഇതവിടെ കൊണ്ടുകൊടുത്തു. അങ്ങനെ ഓരോ ദിവസം ഓരോരുത്തർക്കും കൊണ്ടു കൊടുത്തു. ഇത് കഴിഞ്ഞ് ഒരു ദിവസം കുറെ ആഭരണങ്ങള്, പുരുഷ ദേവതയാണത്, ആ ദേവതയ്ക്ക് സമർപ്പിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളും വളകളും മോതിരങ്ങളൊക്കെ ഇയാളെ ഏൽപ്പിച്ചു. അത് ഹുസിയക്കാരെ ഇന്ന സ്ഥലത്തുണ്ട്, അവർക്ക് കൊണ്ടുകൊടുക്കുക പറഞ്ഞ് ഏൽപ്പിക്കും. അങ്ങനെ ഇത് നിരവധി നല്ല നല്ല കഥകള് ആണ് ഒറ്റമരത്തിന്റെ ഇലകൾ എഴുതിച്ചത്. പ്രകൃതി എന്നെ പറഞ്ഞ പോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ചുമതല നമുക്കാണ്. അത് ആ പ്രകൃതിയെ ഇന്നിപ്പോ പുഴയുടെ കൈവരികളുടെ ആകെ കൂടി നമുക്ക് കുളിക്കാൻ പറ്റാവുന്ന ഏക കടവ് വഴി കടത്ത് കടവ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും ഈ പുല്ലൊക്കെ മൂടി ചെടിയൊക്കെ വന്ന് കയറി ഒരു കടവിന്റെ ഇറങ്ങി കുളിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തി. കടത്ത് കടവില് ഞാൻ പലപ്പോഴും വന്ന് രാത്രി ഒന്ന് കുളിച്ചിട്ടുണ്ട്. അവിടെ മാത്രമേ ആളുകൾക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അതായത് അതൊക്കെ സംരക്ഷിക്കുന്നത് നല്ല ജലാശയങ്ങളുടെ മുഴുവൻ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുറത്ത് ഉള്ളതുകൊണ്ടിരിക്കുകയാണ്. അത് എത്ര പറഞ്ഞു നിർത്താനും ആർക്കും മനസ്സിലാവില്ല. ഇതൊക്കെ ചെയ്യാൻ പാടില്ല എന്ന ബോധം എല്ലാവർക്കും ഉണ്ട്, എല്ലാ തരത്തിലുണ്ട്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തില് മാസത്തിലിരിക്കുന്ന പ്രഭാഷണത്തില് ഈ അഷ്ടപടിക്കായിലൊക്കെ ഇതുപോലെ കുട്ടികളെ വലിച്ചെറിയേണ്ട ഇതെല്ലാം ഇറക്കി കൂട്ടി മാറ്റുന്ന കാലില്ലാത്ത ഒരാള് വഞ്ചിയിൽ യാത്ര ചെയ്തുകൊണ്ട് ഇനിയും ആ കായല് വൃത്തിയാക്കുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് വലിയ സമ്മാനം കൊടുക്കുന്നുണ്ടായി. അത് നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്താൽ അതിനൊക്കെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും ആളുകളുണ്ട്. പ്രകൃതി സംരക്ഷണം നമ്മുടെ ചുമതല തന്നെയാണ്. പിന്നെ വായനയെ പറ്റിയിട്ട് പറഞ്ഞു. ഞാൻ തൃശ്ശൂർ ജോലി ചെയ്യുന്ന സമയത്ത് ട്രെയിനാണ് അധികം പോയിരുന്നത്. ട്രെയിൻ പോകുമ്പോൾ തൃശ്ശൂർക്ക് 1 മണിക്കൂർ വേണം. അപ്പോ എന്തെങ്കിലും പുസ്തകം ഉണ്ടാവും കയ്യില്. പുസ്തകം കുറച്ചു നേരം വായിക്കുമ്പോൾ കുറച്ചിന് ഉറക്കം വരും. അതിന് ഉറക്കം അത് കഴിഞ്ഞ് ആദ്യം വായിക്കും. ഇങ്ങനെ വായിക്കുന്ന സമയത്ത് ഇന്ന് വായിക്കുന്ന ഓർമ്മയുടെ ഇടയിൽ ഒരു വയസ്സായ ആള് ട്രെയിനില്, അത് നല്ല പ്രായമുണ്ട്, ഒരു 90 വയസ്സിന്റെ അടുത്ത് പ്രായമുള്ള ഒരാൾ, തടിച്ചിട്ട് ഒരാള്. അതിന്റെ ഒറ്റയ്ക്ക് വരാൻ കൂടെ ആരുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇയാളെ ഇങ്ങനെ ആരെ ഈ ഒറ്റയ്ക്ക് ഇങ്ങനെ അഴിച്ചു വിട്ടേക്കണം. ഇദ്ദേഹം എന്റെ മുമ്പിൽ വന്നിരുന്നു. ഞാൻ അതിന്റെ ഇതോറി എന്റെ തൃശ്ശൂരെ നാളെയും എഴുന്നേറ്റ് കൊണ്ടൊക്കെ ഒന്ന് അയച്ച് ചുറ്റി. ഇദ്ദേഹം എന്നോട് ചോദിച്ചു, അതിനെ ആരാ എനിക്ക് മനസ്സിലായിട്ടില്ലോ. അപ്പൊ ഞാൻ ഇന്ന ആളാണ്, ഇങ്ങനെ പത്രത്തിലാണ് വർക്ക് ചെയ്യുന്നത് പറഞ്ഞു. അങ്ങനെ ആരാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്നെ പറ്റി മാധ്യമങ്ങളിലൊക്കെ ധാരാളം വന്ന ഒരാളാണെന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല. ഞാനൊരു റിട്ടയർഡ് അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ചിട്ട് 13 കൊല്ലമാണ്. ഈ 13 കൊല്ലത്തിനകം ദിവസവും ട്രെയിനില് യാത്ര ചെയ്യും. രാവിലത്തെ ഇത് നടത്തിയിട്ട് അത് കഴിഞ്ഞാൽ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇരിങ്ങാലക്കുട കല്ലേറ്റിങ്ങ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ കയറും. ഷൊർണൂർ മുതൽ എറണാകുളം വരെ സീസൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ ട്രെയിനിൽ ഇങ്ങനെ മാറി യാത്ര ചെയ്തുകൊണ്ട് വൈകുന്നേരം അവിടെ തിരിച്ച് ഇരിങ്ങാലക്കുടയിൽ വന്ന് ഇറങ്ങും. അപ്പൊ ഈ യാത്രയുടെ ഇടയില് മനസ്സ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കുറെ പരിചയക്കാരെ കാണും. ഇങ്ങനെ പരിചയക്കാരെ കണ്ട് അവരായിട്ട് സംസാരിക്കും. ഇദ്ദേഹം മാസത്തിലൊരിക്കല് ഒരു ശശി എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥരുടെ അദ്ദേഹത്തിനെ കൂട്ടി തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിൽ പോകും. അവിടെ ചെന്നിട്ട് ഈ ക്യാൻസർ, കിഡ്നി ഒക്കെ പ്രശ്നമായിട്ടുള്ള പേഷ്യൻസിനെ പോയി കാണും. അവർക്ക് എല്ലാവർക്കും പൈസ കൊടുക്കും. ഇത് ആ രോഗികൾക്ക് നേരിട്ട് അധികം എന്റെ കുട്ടികൾക്കല്ല കൊടുക്കാൻ ഡോക്ടറെ ഏൽപ്പിക്കും. ഇവരുടെ മരുന്നിന് വില കുറച്ച് പുറത്താവുന്നുണ്ട്. അതുപോലെ നല്ല പ്രവൃത്തി ചെയ്ത ഒരു മാഷ്. അപ്പോ ഞാനൊന്ന് റിട്ടയറിന് ശേഷം
കുറച്ച് ദിവസമൊക്കെ ഞാൻ ട്രെയിനിൽ എന്താ പറയാ ആ കാലത്ത് ധാരാളം പുസ്തകം വായിക്കാനുള്ള സമയം കിട്ടിയിരുന്നു. പുസ്തകം വായിച്ചിരുന്നു, എഴുതാറുണ്ടായിരുന്നു. അപ്പോ നമ്മള് കിട്ടിയ സമയത്തില് എൻ്റെ അമ്മ 90 വയസ്സായി. കണ്ണ് ഒരു കണ്ണ് കാണില്ല. ഗ്ലൂക്കോമ എന്ന് പറഞ്ഞ അസുഖം വന്ന് കാഴ്ച നഷ്ടപ്പെട്ടു. പിന്നെ തിമിരൊക്കെ വന്നു. ഓപ്പറേഷൻ കണ്ട് കാണാൻ വേണ്ടി, പക്ഷെ വായിക്കാനും കോപ്പോട്ട് വായിക്കാൻ പറ്റാറില്ല. അതുകൊണ്ട് കുട്ടികളെ വിളിച്ചിരുത്തി അവരെ കൊണ്ട് വായിപ്പിക്കും. അതിന് വായിച്ച് കേട്ട് എന്ന് മനസ്സിലാകും. അമ്മ സ്കൂളിലൊന്നും പോകാത്ത കാലമായിരുന്നു. അത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അയിത്താവും. അത് കാരണം സ്കൂളിൽ വിടൂലായിരുന്നു. എങ്കിലും അമ്മാവന്മാരുടെയൊക്കെ പുസ്തകമൊക്കെ നോക്കി വായിക്കാനും അതിന് കുറെ അറിവ് കിട്ടിയിരുന്നു. അമ്മയുടെ സ്കൂളിൽ ചുരുക്കി വർഷം ടീച്ചർ അഞ്ചിലേക്ക് ആവുമായിരുന്നു. അതൊന്നും ആവാതിരുന്നത് ഇങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോഴും വായിക്കാനും അത് മനസ്സിലാക്കാനുള്ള മനസ്സ് അവിടേക്ക് ഉണ്ട്. അപ്പോ വേറെ കുട്ടികള് വായിച്ചു കൊടുക്കാനുള്ള ഇടയ്ക്ക് അവരോട് ഭൂതമെന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് വായിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും അതിലേക്കിട്ട് വായിച്ച് ഏൽപ്പിക്കും. ഇതുപോലത്തെ പുസ്തകങ്ങള് ഇതിനെപ്പറ്റി മുഴുവൻ പറഞ്ഞാൽ നിങ്ങളത് മേടിച്ച് വായിക്കണം. വായിക്കേണ്ട പുസ്തകം തന്നെയാണ് ഈ ഒറ്റമര കുട്ടികള്. ഇത് മാത്രമല്ല, ഇവിടെ 16 പുസ്തകങ്ങള് 15 പുസ്തകങ്ങള് ഇതിനും ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്നും മെച്ചമായിട്ടുള്ള കഥയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. വ്യാപാരി വ്യവസായയുടെ ഈ ഹോള് വളരെ ധന്യമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരുപാട് ചടങ്ങുകളിലൂടെ നടന്നിട്ടുണ്ടെങ്കിലും ഒരു പുസ്തക പ്രകാശനം ആദ്യമായിട്ടാണ് നടത്തുന്നത്. കഴിഞ്ഞ ആഴ്ച ഒരു അഡ്വക്കേറ്റ് ഷൺമുഖൻ എഴുതിയ ഒരു കവിതയുടെ റിലീസിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത്തരം ചടങ്ങുകൾ ഞങ്ങൾ സാധാരണ വലിയ വാടകയ്ക്ക് കൊടുക്കുന്ന ഹോളാണ്. പക്ഷെ എന്നോട് പ്രശാന്തി വിളിച്ചിട്ട് ഇങ്ങനെ ഇത്തരം ഒരു ചടങ്ങുണ്ട് എന്ന് പറഞ്ഞപ്പോ എത്ര രൂപയാണ് വാടക എന്ന് ചോദിച്ചപ്പോ അതൊന്നും നോക്കണ്ട, നിങ്ങൾ പരിപാടി നടത്ത് എന്നാണ് ഞാൻ പറഞ്ഞത്. വാടക എത്രയൊന്നും ഞാൻ പറഞ്ഞില്ല. വാടക ഇല്ലെങ്കിലും ഭംഗിയായി കാര്യങ്ങൾ നടക്കട്ടെ. ഇത്തരം സൗകര്യം ഇങ്ങനത്തെ ചടങ്ങുകൾക്ക് ഉപയോഗിക്കണം. അതാണ്, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ രീതിയിൽ പറഞ്ഞതും ഈ ഹോള് വിട്ടു നൽകിയതും. എന്തായാലും ഇങ്ങനൊരു ചടങ്ങ് ശ്രീമതി പ്രശാന്തി 14 ബുക്ക് എഴുതിയെങ്കിലും ഈ നാട്ടിൽ അത്ര അറിയപ്പെടുന്നു എന്നെനിക്ക് തോന്നുന്നില്ല. ഇനിയും ധാരാളം വളരാനുണ്ട്. ഈ കഥ വായിക്കുന്ന ആളുകളുടെ ഇടയിൽ ഒരുപക്ഷെ നല്ല പരിചയമായിരിക്കും. പക്ഷെ അതല്ലാതെ സമൂഹത്തിൽ കുറച്ചുകൂടി പരിചയപ്പെടാനുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഈ കഥകള് കൗമാര കഥകൾ എന്നുള്ളത് വളരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇപ്പോ ഓൺലൈനില് ഏത് പുസ്തകവും വായിക്കാൻ കിട്ടുന്ന കാലഘട്ടമാണ്. അതിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ നമ്മൾ അവരെ കുറ്റപ്പെടുത്താറുണ്ട്. അവരെന്താ ഇങ്ങനെയായി പോയേ. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, പണ്ടൊക്കെ നമ്മൾ തന്നെയാണ് ഇതിന് ഉത്തരവാദിത്തം ഞാൻ പറയുന്നത്. കാരണം പണ്ടൊക്കെ 7 മാസം കഴിഞ്ഞാൽ അമ്മമാരെ അല്ലെങ്കിൽ പ്രസവിക്കേണ്ട സ്ത്രീകളെ അവരുടെ വീടുകളിലേക്ക് പറഞ്ഞു വിടും. അവിടെ അവര് പിന്നീടുള്ള 3 മാസവും പ്രാർത്ഥനയും അല്ലെങ്കിൽ ഭാഗവത സപ്താഹം അല്ലെങ്കിൽ അവരുടെ മതത്തിൽപ്പെട്ട ഈശ്വര വിശ്വാസമുള്ള അത്തരം കാര്യങ്ങളിൽ ഒഴുകിയാണ് ആ ബാക്കിയുള്ള 3 മാസവും അവർ കഴിച്ചു കൂട്ടുന്നത്. ഇപ്പോഴോ പ്രസവത്തിന്റെ തലേ ദിവസം വരെ TV കണ്ടു. ഇപ്പോഴത്തെ സിനിമകൾ ഇപ്പൊ ഈ അടുത്തിറങ്ങിയ സിനിമകൾ നോക്കൂ. പണി മാത്രം പണി സിനിമ, ആവേശം. ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാം ഇപ്പൊ ഇറങ്ങിയ സിനിമകളെല്ലാം. അടുത്തിറങ്ങി ഇറങ്ങിയ ആർക്കോ ഇത്തരം സിനിമകളൊക്കെ എന്താണ് സമൂഹത്തിന് സന്ദേശം നൽകുന്നത് എന്നൊന്ന് ആലോചിച്ചാൽ മതി. അപ്പോ നമ്മുടെ ഗർഭസ്ഥ ശിശുവിന് കേൾക്കാനും അറിയാനും കഴിയും എന്ന് തെളിയിക്കപ്പെട്ടിട്ട് കൂടിയുണ്ട്.
അപ്പൊ ആ സന്ദർഭത്തില് ഈ സമൂഹം ഇങ്ങനെ ആയിരുന്ന ഉത്തരവാദി ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത് എന്ന് മാറും എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം നമ്മുടെ മുന്നിൽ ഇല്ല. കാരണം കാലം അതേപോലെയാണ്. അതൊരു പ്രസക്തമല്ല. ഒരു വാക്ക് പറഞ്ഞു കൗമാര കഥകൾ എന്ന് കണ്ടതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. എന്തായാലും ഈ ഒരു ചടങ്ങിനും ശ്രീമതി പ്രശാന്തിക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ലിൻഡോ പി. ആന്റോ. നമ്മളെ സംബന്ധിച്ച് വളരെ വലിയൊരു അഭിമാനമാണ് പ്രിയപ്പെട്ട പ്രശാന്തി ചോര. ഇന്നിപ്പോൾ 16ാമത്തെ പുസ്തകമാണ് ഇതോടെ പ്രകാശനം നിർവഹിച്ചത്. നമ്മുടെ പഞ്ചായത്തിന്റെ കേരളോത്സവവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിക്കിടയിലാണ് പ്രശാന്തിന്റെ എന്നോട് ഇങ്ങനൊരു നമുക്കൊരു പുസ്തക പ്രകാശന ചടങ്ങ് വയ്ക്കുന്ന കാര്യം എന്നോട് സൂചിപ്പിച്ചത്. അപ്പൊ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് നല്ലൊരു പരിപാടിയായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ നമുക്ക് ആ പരിപാടി സംഘടിപ്പിക്കണം. അപ്പോഴാണ് മേഡം എന്നോട് 15 പുസ്തകങ്ങൾ ഓൾറെഡി കഴിഞ്ഞു, 16ാമത്തെ പുസ്തകമാണ് എന്നുള്ള കാര്യം ഞാൻ ഉൾപ്പെടെ അന്ന് അറിയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വലിയൊരു അഭിമാനമാണ്. ഇവിടെ എല്ലാവർക്കും സൂചിപ്പിച്ചു, ഒട്ടേറെ കലാകാരന്മാരെ സംഭാവന ചെയ്തിട്ടുള്ള നാടാണ് ശ്രീമൂല നഗരം. ഒട്ടനവധി പ്രതിഭകൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന 16 പുസ്തകങ്ങൾ എഴുതിയെങ്കിലും ഇവിടെ പ്രസിഡന്റ് ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ പുറത്ത് അത്ര വലിയൊരു പബ്ലിസിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല. ഇങ്ങനെ എഴുത്തുകാരി ഉണ്ട് എന്നുള്ള കാര്യം പലപ്പോഴും പുറത്തേക്ക് ആർക്കും അറിയാത്തൊരു സാഹചര്യമുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി ഇനിയും പല അവാർഡുകളും എല്ലാം നേടിയെത്തട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറട്ടെ. ഇപ്പൊ പ്രശാന്തി ചോര എന്നാണ് പേരെങ്കിൽ പോലും നമ്മുടെ ശ്രീമൂല നഗരത്തിന്റെ തന്നെ അഭിമാനമായി മാറട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു നന്ദിയും ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. കാരണം പഞ്ചായത്തിന്റെ കേരളോത്സവം കഴിഞ്ഞു. ഇപ്പൊ പാലക്കാട് ബ്ലോക്കിൽ പ്രസിഡന്റ് ഉൾപ്പെടെ ഇരിക്കുകയാണ്. പാലക്കാട് ബ്ലോക്കില് എല്ലാ തവണയും നമ്മൾ ശ്രീമൂല പഞ്ചായത്തില് നല്ല രീതിയിൽ കേരളോത്സവം മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുമെങ്കിലും നമുക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ് ബ്ലോക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് പരാജയം സംഭവിക്കാറാണ് പതിവ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ചിലപ്പോൾ ഏറ്റവും അവസാനം വരെ പഞ്ചായത്തിലെ ഏറ്റവും അവസാനത്തെ പഞ്ചായത്ത് നമ്മുടെ ആയിരുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഇപ്പൊ 2 വർഷമായിട്ട് തുടർച്ചയായിട്ട് ശ്രീമൂല നഗരം ഗ്രാമപഞ്ചായത്ത് പാലക്കാട് ബ്ലോക്കിലെ ചാമ്പ്യൻ പട്ടം കരസ്ഥമാക്കിയിരിക്കുകയാണ്. അത് അത്ലറ്റിക്സിലായാലും കലാമേഖലയിലും ആയാലും എല്ലാം ഓവറോൾ കിരീടം നമ്മൾ കരസ്ഥമാക്കി. അതൊരു പങ്ക് പ്രിയപ്പെട്ട പ്രശാന്തി മേഡത്തിനുണ്ട് എന്നുള്ള കാര്യം അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. കാരണം കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് കലാമത്സരങ്ങൾ നടത്തുന്ന സമയത്ത് ജഡ്ജായിട്ട് പ്രിയപ്പെട്ട മേഡമാണ് അങ്ങോട്ട് കടന്നു വരാറ്. ഞാൻ വിളിക്കും, അന്ന് കൃത്യസമയത്ത് തന്നെ നമ്മുടെ ഹോളിലേക്ക് വരികയും അവിടെ വന്ന് ചുമ്മാ മാർക്ക് ഇട്ട് പോകുന്ന ഒരു പരിപാടിയല്ല മേഡം ചെയ്യാറ്. കൃത്യമായിട്ടുള്ള ആളുകളെ തന്നെ സെലക്ട് ചെയ്ത് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കും. ഇപ്പൊ കഥാരചനയ്ക്ക് വരുന്ന ആൾക്കാരും അതുപോലെ കവിതാരചനയ്ക്ക് വരുന്ന ആൾക്കാരും ഉപന്യാസ രചനയ്ക്ക് പോകുന്ന ആൾക്കാരും എല്ലാം കൃത്യമായിട്ടുള്ള അത് വായിച്ച് മാർക്കിട്ട് എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്തിട്ടാണ് ആ കുട്ടികളെ അവർക്ക് മടക്കി വിടാറ്. അതിന്റെ ഗുണം കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം ബ്ലോക്കില് നമ്മുടെ കുട്ടികളാണ് കഥാരചനയ്ക്കായാലും കവിതാരചനയ്ക്കായാലും ഉപന്യാസ രചന അങ്ങനെ ഏതിനായാലും 1ാം സ്ഥാനം കരസ്ഥമാക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ കുട്ടികളാണ്. ഈ തവണയാണെങ്കിൽ നമുക്ക് ജില്ലയിൽ A ഗ്രേഡ് ഉൾപ്പെടെ നമുക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിച്ചു. സംസ്ഥാന തലത്തിൽ വരെ പങ്കെടുക്കാൻ അർഹത ലഭിച്ച വിദ്യാർത്ഥികൾ കുട്ടികൾ നമ്മുടെ പഞ്ചായത്തിൽ നിന്നുണ്ടായി. അപ്പൊ അതിനൊക്കെ ഒരു കാരണം കൂടിയാണ് പ്രിയപ്പെട്ട മേഡം എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറാൻ ഇനിയും സാധിക്കട്ടെ എന്ന് ഒട്ടനവധി ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമ്മളുടെ ഈ പ്രസംഗങ്ങൾക്കെല്ലാം ഒരു നന്ദിയും മറുപടിയും ഒക്കെ ആയിട്ട് പ്രശാന്തിയെ ക്ഷണിക്കും. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഒറ്റമരത്തിലെ ഇലകൾ എന്ന പുസ്തകത്തെ കൗമാര കഥകൾ എന്നാണ് ഞാൻ പേരിട്ടത്. കാരണം കൗമാരം എന്ന് പറഞ്ഞാൽ ബാല്യത്തിനും യൗവനത്തിനും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടമാണ് കൗമാരം. ആ കൗമാര കാലത്തിൽ അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും വ്യതിയാനം വരുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയാണ് നമുക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടേണ്ടത്. നമ്മൾ കുട്ടികൾക്ക് ബാല്യം കഴിയുമ്പോൾ, പക്ഷെ ഇന്നത്തെ കാലത്ത് മൊബൈൽ അങ്ങനെയുള്ള ഉപയോഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ബാല്യത്തിലെ തുടങ്ങുന്നു എന്നെനിക്കൊരു സന്ദേഹമുണ്ട്.
അപ്പോൾ ആ സമയത്ത് കുട്ടികളുടെ എല്ലാ വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് 9 വയസ്സ് 10 വയസ്സ് തുടങ്ങി 19 വയസ്സ് വരെയാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് കുട്ടികൾക്ക് മാനസികമായി ശാരീരികമായുള്ള വ്യതിയാനങ്ങൾ വന്നു ചേരുന്ന ഒരവസ്ഥ. ആ സമയത്ത് അവർക്ക് വേണ്ടത്ര ഉപദേശങ്ങൾ ഇപ്പൊ ആർക്കും വേണ്ട എങ്കിൽ പോലും ആ കുട്ടികളെ നമ്മൾ നിരന്തരം എന്ന ഒരു പ്രക്രിയയിലൂടെ അവർക്ക് കടന്നു ചെന്ന് അവരെ മനസ്സിലേക്ക് നമ്മൾ തന്നെ സ്വയം കടന്നു ചെല്ലുകയും അവരെ ഒറ്റയല്ല നിങ്ങൾക്ക് കൂട്ടി ഞങ്ങളുണ്ട് എന്ന് കാണിക്കത്തക്ക വിധത്തിലുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കൂടാതെ പല കുട്ടികളും സമൂഹമായിട്ടും മാധ്യമങ്ങളായിട്ട് സാംസ്കാരികപരമായിട്ടുമുള്ള പല വ്യത്യാസങ്ങളിലൂടെ കുട്ടികൾ കടന്നു പോകുമ്പോൾ അവരുടെ മനസ്സിന് വ്യതിയാനം വരുന്ന ആ അവസ്ഥയിൽ പലപ്പോഴും അവർക്കൊരു വല്ലാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം കൂട്ടായിട്ട് നമ്മൾ നിൽക്കുകയും നമ്മൾ ഇനി അടുത്ത തലമുറയെ, അതായത് ഒരു വലിയ ആൽമരം, ആ ആൽമരത്തിൽ ശരിക്കും വേരുകൾ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്ന് വേരുകൾ വലിച്ചെടുത്താണ് ഈ തളിരിലകൾ ഉണ്ടാവുന്നത്. ആ തളിരിലകൾ എന്നും തളിർത്ത് നിൽക്കുക, അടുത്ത തലമുറ എന്നും തളിർത്ത് നിൽക്കുന്നതിനായിട്ട് നമ്മൾ പോഷകാഹാരമായിട്ട് നല്ല നല്ല സംഭവങ്ങളാണ് ഈ അടുത്ത തലമുറയ്ക്ക് നൽകേണ്ടത്. പക്ഷേ അതിനിടയിലൂടെ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന എന്താണ്? കുറെ വിഷങ്ങളാണ് ഒരു വശത്ത് കൂടി ചെല്ലുന്നത്. അതായത് ഈ ആദ്യം മയക്കുമരുന്ന് അത് തന്നെ. അപ്പോൾ ആ തളിരിലകൾ വാടാതിരിക്കുന്നതിന് വേണ്ടി ഇനി അതിനുള്ള ഒരു പ്രകടനം എല്ലാവരും മനസ്സിൽ കരുതുക, സൂക്ഷിക്കുക എന്ന് പറയുകയാണ് ഞാൻ. ഇനി ഇന്ന് എൻ്റെ ഈ ഒറ്റമരത്തിലെ ഇലകൾ എന്ന പുസ്തകം ഇവിടെ പ്രകാശനം നടത്തിയ ശ്രീ അൻവർ സാദത്ത് അദ്ദേഹം എൻ്റെ പുസ്തകം ശ്രീ പാലേരി മോഹൻ എന്ന ശ്രേഷ്ഠ കവിക്ക് കൈമാറ്റം ചെയ്തുകൊണ്ട് വളരെ നന്ദിയുണ്ട്, വളരെ സ്നേഹം നന്ദിയുണ്ട്. കൂടാതെ പഞ്ചായത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഏവർക്കും പ്രിയങ്കരനായ ശ്രീ ഷംസീൻ, അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹത്തിന്, പിന്നെ നമ്മുടെ മുൻ മെമ്പർ മഞ്ജു നവാസ്, പിന്നെ ലിൻഡോയ്ക്ക്, അങ്ങനെ എല്ലാവർക്കും എൻ്റെ പിന്നെ ഈ മധു ജി, അദ്ദേഹം, പിന്നെ കൂടാതെ നമ്മുടെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട SP സാർ, അദ്ദേഹത്തിന് എല്ലാവർക്കും എൻ്റെ സ്നേഹം നന്ദി. കൂടാതെ എൻ്റെ തിരുവാതിര സുഹൃത്തുക്കൾ, എൻ്റെ കൂട്ടുകാര്, പിന്നെ എൻ്റെ കവി സമാജം ജോയിന്റ് സെക്രട്ടറി, പിന്നെ അതുപോലെ ഞാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സെക്രട്ടറി ആയിരുന്നപ്പോൾ നമ്മുടെ നാരായൺ സാറ്, അദ്ദേഹം മേഖല പ്രസിഡന്റായിരുന്നു. അപ്പൊ അദ്ദേഹം തുടങ്ങിയ അതുപോലെ നമ്മുടെ സാരി, അങ്ങനെ തുടങ്ങിയ ശ്രീലാല്, അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ വാനപ്രസിദ്ധത്തിലുള്ള അവര് നമ്മുടെ ലക്ഷ്മി, അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ ഓരോ വ്യക്തിയാണ്. അതുപോലെ ഇവിടെ ഇപ്പോൾ എഴുന്നേറ്റ് പോയവരാണെങ്കിൽ പോലും അവരുടെ മഹനീയമായ സാന്നിധ്യം കൊണ്ട് എൻ്റെ ഈ പുസ്തക പ്രകാശനം വളരെ ധന്യമായി തീർന്നു. നിങ്ങളോട് എല്ലാവരോടും ഓരോരുത്തരോടും ഞാൻ വളരെ നന്ദി പറയുകയാണ്. പ്രിയ, അങ്ങനെ തുടങ്ങിയുള്ള ഹേമ, ഗിരിജ, രമ, അങ്ങനെ എല്ലാവരും വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഞാൻ ഈ വാക്കുകൾ അവരെ അവസാനിപ്പിക്കുകയാണ്.